ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് തൻവിച്ച എന്നാണ്. ഞാൻ ഷാർജയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ ഷാർജയിൽ കഴിഞ്ഞൊരു വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഷാർജയിലാണ് താമസം. ഇവിടെ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് റൂമിലാണ്. ഇപ്പോൾ റൈറ്റ് നൗ ഐ എം നോട്ട് വർക്കിംഗ് അൺഫോർച്ചുനേറ്റ്ലി. സോ ഐ റിയലി മിസ് my favorite moments with my children. By profession I am an English teacher. Moreover, I am very passionate about teaching and interacting with children. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് പിള്ളേരെയും പഠിപ്പിക്കുന്നത്. പിന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ സിസ്റ്റർ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു അനിയത്തിയുണ്ട് എനിക്ക്. അവൾക്ക് ഞാൻ ഫോണിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഫോണിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത്. നീ ഇത്രയ്ക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ക്ലാസ് മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ, എന്തുകൊണ്ട് നിനക്കൊരു വീഡിയോ ചെയ്തുകൂടാ എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു, സത്യം പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരുപാട് പിള്ളേർക്ക് ക്ലാസ് എടുത്തിട്ട് ശീലമുണ്ട്. വളരെ നന്നായിട്ട് ആത്മവിശ്വാസത്തോട് പറയണം, നന്നായിട്ട് എടുക്കാറുമുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ കാണും, അങ്ങനെ ക്ഷമിച്ചാണ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വികാരം തന്നെയാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂള് കുട്ടികൾ ഇതൊന്നും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മനസ്സിന്. ശരിക്കും എൻ്റെ അനിയത്തെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ലൈഫിനോട് തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ, ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് ടീച്ചിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതും ഇംഗ്ലീഷ് ടീച്ചർ ആവണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അന്നൊക്കെ ഞാൻ പഠിച്ചത് വടകരയാണ്. 10ാം ക്ലാസ് വരെ വടകര MUM VHSS സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഈ ടീച്ചിങ് ഇംഗ്ലീഷിനോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പിക്കാൻ കാരണം എൻ്റെ മെയിനായിട്ട് 2 ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്. ഒന്ന് 7ാം ക്ലാസ്സിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച കൊളരിക്കണ്ട അഷ്റഫ് മാഷ്, ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ക്ലാസ് മാഷും സാറ് തന്നെയാണ്. അപ്പോൾ ആ സാറ് ഫുൾ ഇംഗ്ലീഷിലായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. സാർ ഒരു മലയാളം വേർഡ് പോലും ഉപയോഗിച്ചിരുന്നില്ല. ഹി യൂസ് ടു ടോക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ് ഇൻ ഹിസ് ക്ലാസ്. അപ്പോൾ സാറിങ്ങനെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇംഗ്ലീഷിനോടൊരു എല്ലാ ലാംഗ്വേജ് പഠിക്കാനും, ഹിന്ദി ആയാലും ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. ഈ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്, എസ്പെഷ്യലി ഗ്രാമർ ക്ലാസ് വാസ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റോടു കൂടിയാണ് ഞാൻ ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞമ്മദ് മാഷ്, ഈ മാഷ്മാരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും സന്തോഷമാണ്. എൻ്റെ ഒരു ഹായ് കാണുന്നുണ്ടെങ്കിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞമ്മദ് മാഷ് വളരെ ലളിതമായിട്ടാണ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. ക്ലാസ്സും ഇൻട്രസ്റ്റിംഗ് ആണ്, നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു തരാറുണ്ടായിരുന്നു സാറ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്, 9ും 10നും സാറായിരുന്നു ഇംഗ്ലീഷ് മാഷ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ തന്നെ ആവണമെന്നുള്ളത്. ഈ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നൊരു പാർട്ടാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്, അയ്യോ ബോറിംഗ്, ഇറ്റ്സ് റിയലി ബോറിംഗ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, അങ്ങനെയുള്ള ഐ ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ് എന്ന്. പിള്ളേരൊക്കെ ഇൻട്രസ്റ്റ് ഇല്ല ഇംഗ്ലീഷ് ഗ്രാമറിൽ, അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആണ് എന്നൊക്കെ ഒരു പ്രെജുഡിസ്, ഒരു മുൻവിധിയോടുകൂടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് മനസ്സിലാവാത്തത്. ഈ പിള്ളേരൊക്കെ ഒരു 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ നിന്നും ഈ ഗ്രാമർ ക്ലാസ് ഒന്നും അങ്ങോട്ടും ശരിക്കും ശ്രദ്ധിക്കാതെ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ എനിക്ക് ഗ്രാമർ വലിയ ടഫാന്ന് പറയും. ശരിക്കും ലോവർ ക്ലാസ് മുതലേ നമ്മൾ ഗ്രാമർ പഠിക്കുന്നുണ്ട്. ആ ഗ്രാമർ മനസ്സിലാക്കി ഇൻട്രസ്റ്റോടു കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് 10ാം ക്ലാസ്സിലും ഉപകാരപ്പെടുകയുള്ളൂ. മറിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം പണ്ട് മുതലേ നമ്മൾ പഠിച്ചു പോന്നു കഴിഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടാവില്ല. വളരെ ഇൻട്രസ്റ്റോടു കൂടി ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഐ എം ഗ്യാരണ്ടിയും വളരെ ഇൻട്രസ്റ്റ് ആക്കി തന്നെ ഈ ഒരു ടോപ്പിക്ക് എൻ്റെ സ്റ്റുഡൻസിന്, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഞാനത് പകർന്നു തരാൻ തയ്യാറാണ് എൻ്റെ വീഡിയോ ക്ലാസ്സുകളിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോ ക്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചില പോരായ്മകളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു അറ്റൻഡ് മൈ ക്ലാസ് യു മസ്റ്റ് വാച്ച് മൈ വീഡിയോസ്. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്കൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു ടാസ്ക് ചെയ്യാം. ഒരു ചെറിയ ടാസ്ക്. നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരുപാട് നൗണ്, സെൻറ്റൻസ്, വേർബ്, ആഡ്ജക്റ്റീവ്, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ടേംസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മളൊരു ഗ്രാമർ തിയററ്റിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാനും പറ്റില്ല. നമുക്ക് പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല.
ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് ഇതൊക്കെ ഹൗ എ ഗ്രാമർ വർക്ക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഓർ വാട്ട് ദ ഗ്രാമർ ഡസ് ഇൻ അവർ ഡെയിലി സ്പീച്ച്. ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ അല്ലെങ്കിൽ ഫങ്ഷൻ, ഹൗ എ ഗ്രാമർ ഫങ്ഷൻസ് ഇൻ അവർ ഡെയിലി സ്പീച്ച്, ആ ഒരു രീതിയിൽ പഠിക്കണം. നമ്മൾ ഒരുപാട് വേർഡ്സ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്. എന്താണ് നൗൺ ഫ്രേസ്, എന്താണ് വേർബ് ഫ്രേസ്, നൗൺ എന്താണെന്ന് ആദ്യം അറിയണം, വേർബ് എന്താണെന്ന് അറിയണം, ഫ്രേസ് എന്താണെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിന്റെ ബേസിക് ഇല്ലാണ്ട് ഒരിക്കലും അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഗ്രാമറും. ഏത് സബ്ജക്റ്റിന് എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ടാസ്ക് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് വേർഡ്സ് എന്ന് തരും. കുറേ വേർഡ്സ്, സിമ്പിൾ വേർഡ്സ് ആണ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്, ഒരു പരിചയമില്ലാത്ത വേർഡ്സും ഇല്ല. അപ്പോൾ ഇതിനെ നിങ്ങൾ ജസ്റ്റ് റീഡ് ദീസ് വേർഡ്സ്. അപ്പോൾ ഇതൊക്കെ വേർഡ്സ് ഒക്കെ വായിച്ചോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെ വേർഡ്സ് എഴുതിയിരുന്നത്. സ്ലോലി, ഗോ, ആപ്പിൾ, ഓൺ, ബ്യൂട്ടിഫുൾ, ഫാസ്റ്റ്, ഹീ, ലണ്ടൻ, റൺ, but, we, clever, from, and, good, I, eat, in, and cat. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വേർഡ്സിനെയൊക്കെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ വേർഡ്സ് ഒക്കെ ഓരോരോ ടൈപ്പിൽ പെട്ടതാണ്, ഓരോ ടൈപ്പ് വേർഡ്സ് ആണിത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട്, നൗൺ, പ്രോനൗൺ, ആഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വേർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ വേർഡ്സിനെയൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം ഒരു ടേബിൾ ഞാൻ വരക്കാം. ഒരു ടേബിൾ ഞാൻ ഇവിടെ കാണിക്കാം. ടേബിളിൽ കുറച്ച് കോളങ്ങൾ ഉണ്ടാവും. കോളങ്ങളിൽ ഓരോ ടൈപ്പ് വേർഡ് ക്ലാസ്. ആദ്യത്തെ കോളം നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്ന എന്താ? നൗൺസ് അല്ലെ? നൗൺസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ഈ വേർഡ് ലിസ്റ്റ് നിന്ന് എടുത്തെഴുതണം. ഇനി അടുത്ത കോളം പ്രോനൗൺ. പ്രോനൗൺസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാം. പിന്നെ ആഡ്ജക്റ്റീവ്സ്, പിന്നെ ആഡ്വേർബ്സ്, പിന്നെ വേർബ്, പിന്നെ ആഡ്വേർബ്. അടുത്ത കോളം ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ നൗൺസിൽ ഏതൊക്കെയാ വരിക? എന്താണ് നൗൺ? നൗൺ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. ഒരാളുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ ഒരു മൃഗത്തിന്റെയോ ഒരു ആനിമലിന്റെയോ പേരാണ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ അങ്ങനെയുള്ള പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നൗണിൽ എഴുതാം അല്ലേ? അപ്പൊ നൗൺ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. അപ്പൊ ഇതിലേതൊക്കെ വരിക ഒന്ന് നോക്കിക്കേ. സ്ലോലി വരുമോ? ഇല്ല. അത് ആനിമലിന്റെയോ വസ്തുവിന്റെയോ പേരാണോ? അല്ലല്ലോ. അപ്പൊ ഏതൊക്കെയാ വരിക? ആപ്പിൾ നെയിം ഓഫ് എ തിങ്, ഒരു വസ്തുവിന്റെ പേരല്ലേ? അതെ, ആപ്പിൾ വരും. ആപ്പിൾ ഫസ്റ്റ് വന്നു. ഇനി അടുത്തത് ലണ്ടൻ വരില്ലേ? ലണ്ടൻ നെയിം ഓഫ് എ പ്ലേസ് ആണ്, അത് വരും. പിന്നെ ഒരു പേരും കൂടെ ഉണ്ട്, ഞാൻ വായിക്കാൻ പറഞ്ഞു. അരുൺ. അരുൺ ഇസ് നെയിം ഓഫ് എ പേഴ്സൺ, അരുൺ വരും. പിന്നെ അടുത്തത് അത്രയാണോ ഉള്ളത്? ലാസ്റ്റ് വൺ കാറ്റ് നെയിം ഓഫ് എൻ ആനിമൽ. അപ്പോൾ നൗൺ ആണ് കാറ്റ്. ഇത്രയും സംഭവങ്ങൾ നൗൺസിൽ വന്ന്, ഇത്രയും വേർഡ്സ് മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്രോനൗൺ. എന്താണ് പ്രോനൗൺ? പ്രോനൗൺ എന്ന് പറഞ്ഞാല് പ്രോ എന്ന് പറഞ്ഞാൽ പകരം എന്നാണ് അർത്ഥം. പ്രോ പകരം, നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അരുണിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീണ്ടും അരുൺ റിപ്പീറ്റ് ചെയ്യോ? ഇല്ലല്ലോ. ഹി എന്നല്ല പറയാ. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പറയണം, അരുൺ അത് ചെയ്തു, അരുൺ ഇവിടെ പോയി, അങ്ങനെ പറയുമ്പോൾ അരുൺ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ എന്നല്ലേ പറയാം, ഫസ്റ്റിൽ അരുൺ എന്ന് പറയും. അപ്പൊ നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് പ്രോനൗൺസ്. പ്രോനൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. ഓക്കെ, അപ്പൊ പ്രോനൗൺസ് ഏതൊക്കെ ഇതിലുള്ളത്? യെസ്, ഐ ഈസ് എ പ്രോനൗൺ. ദെൻ ഹി, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹി. പിന്നെ വി, നമ്മൾ. അപ്പോൾ വി. ഇപ്പൊ ഇത്രയും പ്രോനൗൺസ് ആണ് ഇതിലുള്ളത്. ഇനി അടുത്തത് ആഡ്ജക്റ്റീവ്സ്. ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഒരാളെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുക, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ ഒരാളെ പറ്റി, ഒരു വസ്തുവിനെ പറ്റി. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. അപ്പോൾ
പേഴ്സണെ കുറിച്ചോ പ്ലേസിനെ കുറിച്ചോ ആനിമലിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരിക. അതിനുപയോഗിക്കുന്ന വേർഡ്സ് ആണ് എന്ത്? ആഡ്ജക്റ്റീവ്സ്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്നാണ് പറയുക. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ കോൾഡ് ആഡ്ജക്റ്റീവ്സ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അരുൺ ഈസ് ക്ലെവർ, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം അവര് ക്ലെവറാണ്, അവരെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ അവൾ ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ളവളാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വേർഡ്സ്, ബ്യൂട്ടിഫുൾ, ക്ലെവർ, ഇത്തരം വേർഡ്സ് ആണ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പൊ ആഡ്ജക്റ്റീവ്സ് ഇതിൽ രണ്ടെണ്ണം തന്നെയാണ് കാണുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ, ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലെവർ. സോ നമുക്കത് ഇതിൽ എടുത്തെഴുതാം. ഓക്കെ, ഇനി അടുത്ത കോളം വേർബ് ആണ്. വേർബ് എന്താണ്? വേർബ് എന്ന് വെച്ചാൽ ആക്ഷൻ വേർഡ്സ്. ഒരു വേർഡിൽ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, ജംപ്, റൺ, റൈറ്റ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ? ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്ന ആക്ഷൻ വേർഡ്സിനാണ് വേർബ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏതാ വേർബായിട്ട് കാണുന്നത്? റൺ ഉണ്ടല്ലോ, റൺ ഈസ് എ വേർബ്. ഇപ്പൊ റൺ നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ അടുത്ത വേർബ് ഏതാ? ഈറ്റ്. ഈറ്റ് ഈസ് ഓൾസോ ആക്ഷൻ വേർഡ്. ഈറ്റ് ആക്ഷൻ വേർഡ് ആണ്, വേർബാണ്. നമുക്ക് ഈറ്റ് ഇതിൽ എടുത്ത് എഴുതാം. ഇനി വേറെ വല്ല ആക്ഷൻ വേർഡ് നമ്മൾ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം. ഇതിൽ തൽക്കാലം അത്രേ കാണുന്നുള്ളൂ ഈ ലിസ്റ്റിൽ. നമുക്ക് ഇനിയും ഒരുപാട് വേർഡ്സ് കണ്ടുപിടിക്കാം, ഒരുപാട് വേർബ്സ് കണ്ടുപിടിക്കാം, എഴുതാം. ഓക്കെ, പിന്നെ അടുത്തത് adverbs. Adverbs, as the name says, adverbs, additional information about the verb or add information about a verb. ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരത്തെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞില്ലേ? ഒരു വേർബിനെ ഒന്നും കൂടെ, ഇപ്പം അവൻ ഓടി, എങ്ങനെയാ ഓടിയത് ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യണം. ഒന്നും കൂടെ അതിനെക്കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുക. അവൻ ഫാസ്റ്റ് ആയിട്ട് ഓടി. ഇനി അവൻ എഴുതി, ഹി റോട്ട് സ്ലോലി, വളരെ പതുക്കെയാണ് അവൻ എഴുതിയത്. അവൻ എഴുതുന്നുണ്ട് പക്ഷെ പതുക്കെയാണെന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ ആ ഒരു എഴുതുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യാം, ഒരു ആക്ഷൻ വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആഡ്വേർബ്. അപ്പൊ സ്ലോലി, പിന്നെ ഫാസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക്, അതാണ് അത് രണ്ടും ആഡ്വേർബ്സിൽ വരുന്നത്, സ്ലോലി ആൻഡ് ഫാസ്റ്റ്. Adverbs are used to describe verbs in a sentence. Okay, we will study all these things in detail later. Okay, നമ്മൾ എല്ലാ ഈ വേർഡ് ടൈപ്സ് നമ്മൾ വേർഡ് ക്ലാസ്സസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓരോ ക്ലാസ്സിലൂടെ. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എക്സാമ്പിൾ എന്ന പോലെ. ഓക്കെ, അടുത്തത് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രീപൊസിഷൻ. ഒരു നൗണിന്റെയോ പ്രൊനൗണിന്റെയോ മുമ്പാണ് ഇതിന്റെ സ്ഥാനം. ഒരു സെന്റൻസിൽ ഒരു നൗണിന്റെയോ പ്രൊനൗണിന്റെയോ മുമ്പാണ് പ്രപ്പോസിഷൻ ഉണ്ടാവുക. സെന്റൻസിന്റെ ബാക്കി ഭാഗത്തെയും ഈ നൗണിനെയോ പ്രൊനൗണിനെയോ, എന്താണ് വരുന്നത്? നൗണാണ് നൗണ് അല്ലെങ്കിൽ പ്രൊനൗണ്. ഇത് നമ്മൾ നൗണും പ്രൊനൗണും കണ്ടല്ലോ. അപ്പോൾ അതിനെയും സെന്റൻസിന്റെ ബാക്കി ഭാഗത്തെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പ്രപ്പോസിഷൻ. ഓക്കെ, ഈ പ്രപ്പോസിഷൻ എക്സാമ്പിൾ, ഐ പുട്ട് മൈ ബുക്ക് ഓൺ ദ ടേബിൾ. ഐ പുട്ട് മൈ ബുക്ക് ഓൺ ദ ടേബിൾ. ഐ പുട്ട് മൈ ബുക്കും ടേബിളും ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, the squirrel is sitting on the tree. The squirrel is sitting on the tree. The squirrel is sitting എന്നതിനെ the ട്രീയുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച പ്രപ്പോസിഷൻ ആണ് ഓൺ ആ സെന്റൻസിൽ. ഓക്കെ, അതുപോലെ I put my umbrella inside the bag. I put my umbrella the bag. ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യാണ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണിന്റെയോ പ്രൊനൗണിന്റെയോ മുന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, പ്രപ്പോസിഷൻ ഈസ് ഓൾസോ അനദർ വേർഡ് ടൈപ്പ്, വേർഡ് ക്ലാസ്. സോ ഈ പ്രപ്പോസിഷൻ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ കാണുന്നത്? ഇൻ, ഓൺ ആൻഡ് ഇൻ ഉണ്ട്, ഏറ്റവും ലാസ്റ്റിൽ കാണുന്നുണ്ട് ഇൻ. പിന്നെ ഓൺ നമ്മൾ ഫസ്റ്റിൽ കണ്ടു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രം ഉണ്ട്, ഫ്രം. ഓക്കെ, ഈ മൂന്ന് വേർഡ്സ് ആണ് പ്രപ്പോസിഷനിൽ വരുന്നത്. ഇനി അടുത്തത് കൺജങ്ഷൻ. ആസ് ദ നെയിം സജസ്റ്റ്, കൺജങ്ഷൻ, കണക്ഷൻ, കണക്ട്, കൺജങ്ഷൻ. ഈ കണ്ണ് കണക്റ്റായിട്ട് ബന്ധമുണ്ട്. അപ്പം കണക്ട് ചെയ്യാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കണക്ടിങ് സെന്റൻസസ്, ക്ലോസസ്, വേർഡ്സ്. ഇപ്പൊ രണ്ട് വേർഡ്സിന് നമ്മൾ അരുൺ ആൻഡ് സുമൻ, അരുൺ ആൻഡ് സുമൻ വെന്റ് ഫോർ എ മൂവി. അപ്പൊ അരുൺ ആൻഡ് സുമൻ വെന്റ് ഫോർ എ മൂവി. അരുൺ വെന്റ് ഫോർ എ മൂവി, സുമൻ വെന്റ് ഫോർ എ മൂവി. ഇത് രണ്ട് സെന്റൻസ് ആയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അരുണും സുമനും സിനിമയ്ക്ക് പോയി എന്ന് പറയണം. അപ്പം അരുണും സുമനും സിനിമയ്ക്ക് പോയി. അപ്പം അങ്ങനെ ആക്കുമ്പോൾ ആൻഡ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി ഷീ വിൽ കം ടു സ്കൂൾ ടുഡേ. അവൾ സ്കൂളിൽ വരുമെന്ന്.
ബട്ട് ഷീ വിൽ ബി ലേറ്റ്. ഇവിടുന്ന് സ്കൂളിൽ വരും, പക്ഷെ ഇന്ന് ലേറ്റ് ആവും. അപ്പൊ ഷീ വിൽ കം ടു സ്കൂൾ ടുഡേ, ഷീ വിൽ ബി ലേറ്റ് ടുഡേ. അങ്ങനെ 2 സെന്റൻസ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് പറയാം. അപ്പൊ കണക്ട് ചെയ്യാം, സെന്റൻസിനെ ക്ലോസിനെ കണക്ട് ചെയ്യാം, സെന്റൻസിനെ കണക്ട് ചെയ്യാം, വേർഡ്സിനെ കണക്ട് ചെയ്യാം. ഈ ക്ലോസ് എന്താന്നൊക്കെയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കൺജങ്ഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഇത്രയും വേർഡ് ടൈപ്സ്, വേർഡ് ക്ലാസ്സസ്, ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിക്കുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഒന്നുകൂടെ ഉണ്ട്, ഇന്റർജെക്ഷൻ. ഈ ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. നമ്മൾ മലയാളത്തിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ചില സമയം എന്തെങ്കിലും ഫൗളായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ ഒക്കെ നമ്മൾ ഛേ അങ്ങനെ പറയാറില്ലേ, ഛേ എന്നൊക്കെ, അയ്യോ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് അത് ഗ്രാമാറ്റിക്കൽ അല്ല, ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഇന്റർജെക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഇംഗ്ലീഷിലുണ്ട്. കഷ്ടം എന്നൊക്കെ ഉണ്ടാവില്ലേ, കഷ്ടം, അയ്യോ കഷ്ടം എന്നൊക്കെ പറയില്ല, അത് ഇംഗ്ലീഷിൽ എലാസ് എന്നാ പറയാ, എലാസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില എക്സ്പ്രഷൻസ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഇന്റർജെക്ഷൻ. എല്ലാം നമ്മൾ പഠിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരോ വേർഡിനും ഓരോ ക്ലാസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ ക്ലാസ് ഇതാണ് ബേസിക് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഓരോ ഇപ്പൊ വേർബ്, നൗണ്, ആഡ്ജക്റ്റീവ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ഇതിനുള്ള ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണ് നൗണിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അതുപോലെ തന്നെ വേർബിനെ എല്ലാത്തിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്ത് അപ്പോൾ എല്ലാം വളരെ സിമ്പിൾ ആക്കിയിട്ട് എൻ്റെ ഓരോ ക്ലാസ്സുകളിലൂടെയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു അറ്റൻഡ് മൈ ക്ലാസ്, യു മസ്റ്റ് വാച്ച് മൈ വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടില്ല. ഇത് വെറും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്കുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെങ്കിലേ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. ഇനി ഏതായാലും ഇത്രയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻസിനും, ഞാൻ കണ്ടിട്ടുള്ളതും കാണാത്തതും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിക്കാത്തതുമായ എല്ലാ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്.